കുന്നിൻ ചെരുവുകളിൽ പൊൻനാളങ്ങൾ പോലെ ശോഭയുണർത്തുന്ന കാർഷിക സംസ്കൃതിയുടെ പുതുനാമ്പുകൾ, നഗരത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ഹൃദയത്തുടിപ്പാകുന്ന നാട്ടുകൂട്ടങ്ങളുടെ കുശല സംഭാഷണങ്ങൾ, അങ്ങനെ നക്ഷത്രങ്ങൾ കവിതയായി പെയ്തിറങ്ങുന്ന മലപ്പുറം. ഇന്ന് മലപ്പുറം നഗരമോ ഗ്രാമപ്രദേശമോ അല്ല, മറിച്ച് പ്രകൃതിയുടെ വിരിമാറിൽ ചേർന്ന് മയങ്ങുന്ന, മനുഷ്യൻ്റെ ആത്മാവിന് ആശ്വാസം പകരുന്ന ഒരു നിത്യഹരിത കാവ്യമാണ്. അതാണ് മലപ്പുറം. ആ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് മികവിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയ വിദ്യാലയമായ മലപ്പുറം AUP സ്കൂൾ. മലപ്പുറം AUP സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 33 വർഷക്കാലമായി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പീശൻ മെമ്മോറിയൽ നഴ്സറി സ്കൂളിൻ്റെ 33ാമത് വാർഷികാഘോഷ പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ വാർഷിക ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ഇതാ വേദിയിൽ ആരംഭിക്കുന്നു. ഇന്നത്തെ ഈ ശ്രേഷ്ഠമായ ആഘോഷ പരിപാടികളുടെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയ വിദ്യാലയമായ AUPS മലപ്പുറത്തിൻ്റെ ഊർജ്ജസ്വലനായ PTA പ്രസിഡന്റ് ശ്രീ CK സാദിഖ് അലി അവറുകളാണ്. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനായി അങ്ങയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇരുളടഞ്ഞ പാതയിൽ വെളിച്ചം വിതറുന്ന ആത്മാവിൻ്റെ വിശ്വാസനാദം, കാറ്റുപോലും കേൾക്കാതെ ഹൃദയം മാത്രം ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ദൈവം ഭൂമിയിലിറങ്ങുന്നു. ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വേദിയിലേക്കും ഈ സദസ്സിലേക്കും പ്രവഹിക്കുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായി നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളായ അവന്തികയെയും നവാമികയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും ചന്ദനം കലതാലി എന്നൊരു ചിത്രചാതുരി കാട്ടിലും ഹന്തചാരുകടാശമാലക അത്തലക്ഷ്മിയിൽ വീട്ടിലും ചിന്തയ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വരി വാഴ്ത്തുവിൻ. ചിന്തയ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വരി വാഴ്ത്തുവിൻ. 1993 നമ്മുടെ നഴ്സറി സ്കൂൾ ഈ വിദ്യാലയത്തിൽ ആരംഭം കുറിക്കുന്നത്. ആ കാലം തൊട്ട് ഈ ദിവസം വരെയും ഈ വിദ്യാലയത്തിലെ അധ്യാപികയായി നഴ്സറി സ്കൂളിൻ്റെ എല്ലാമായി നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രിയ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട N. സുജിത ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 33ാമത് വാർഷികാഘോഷ പരിപാടികളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും മറ്റുള്ളവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഈ വിദ്യാലയത്തിൻ്റെയും പ്രിയപ്പെട്ട അധ്യാപിക ശ്രീമതി N. സുജിതയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പിഞ്ചും കുഞ്ഞുങ്ങളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ 33ാമത്തെ വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ഇന്നലെ നമ്മളെ സ്കൂളിൻ്റെ വാർഷികമായിരുന്നു. അതിൻ്റെ ക്ഷീണത്തിലാണ് കുറേ രക്ഷിതാക്കൾ ഇനി എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ മുതിർന്ന കുട്ടികളുടെ പരിപാടികളൊക്കെ കണ്ട് ആസ്വദിച്ച് അതിന് ശേഷമാണ് നമ്മളെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടിയിട്ടിന്ന് എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമുക്ക് ഇന്നിവിടെ നമ്മൾ ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നും
റിട്ടയറായ നമ്മുടെ പ്രിയപ്പെട്ട കമലാക്ഷി ടീച്ചറാണ്. ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ നമുക്ക് നമ്മുടെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട റീന ടീച്ചർ, നമ്മുടെ HM ഇവിടെ ഉണ്ട്. അതുപോലെ ഈ വേദിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. നമ്മുടെ നഴ്സറിയിലെ ഒരു കാലത്ത് രക്ഷിതാവായിരുന്നു. ഇപ്പോൾ സ്കൂളിലെ PTA പ്രസിഡൻ്റായിട്ട് കുറേ കാലമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിന്ന് വളരെ ആവേശത്തോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് ശ്രീ സാദിഖ് അലി. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ശ്രീമതി സൗദാമിനി, അവർക്ക് ഇന്നിവിടെ ആരോഗ്യ പ്രശ്നം മൂലം ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവരുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഏത് കാര്യത്തും നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളുടെ കാര്യമായാലും നമ്മുടെ സ്കൂളിൻ്റെ മറ്റുള്ള ഭൗതിക സാഹചര്യമായാലും മറ്റ് എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ, അവർ ഇന്ന് ആരോഗ്യ പ്രശ്നം മൂലമാണ് നമുക്കിവിടെ എത്താൻ സാധിക്കാത്തത്. അവരുടെ എല്ലാ മനസ്സും എല്ലാ അനുഗ്രഹവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നറിയാം. അവരെ ഏറെ സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുജാത ടീച്ചർ, നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയറായ HM ആണ്. ടീച്ചറെയും ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മാനേജർ ശ്രീ മുരളി മാഷ്, നമ്മുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ സ്കൂളിൻ്റെ ആയാലും നഴ്സറിയുടെ ആയാലും എല്ലാ കാര്യവും എന്ത് കാര്യം പറഞ്ഞാലും ഒന്നിനും ഇന്നത് വേണം മാഷ് എന്ന് പറഞ്ഞാൽ ഒന്നിനും നമ്മളോട് നോ പറയാറില്ല. ശരി ശരിയാക്കാം, അങ്ങനെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെ ആവേശത്തോടെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് LKG-ത്തെ രക്ഷിതാക്കൾക്ക് അവർ LKG-യിൽ ചേർന്ന് ഒരു വർഷം പൂർത്തിയാക്കിയല്ലോ, എന്നിട്ട് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ വളരെ എങ്ങനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്കെന്താ പറയുക, ഈ ഒരു വർഷമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ജൂണിൽ സ്കൂളിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എങ്ങനെയാണ് ഓരോ കുട്ടീനെയും നമ്മൾക്ക് ഇങ്ങോട്ട് കൈ പിടിച്ച് എത്തിക്കുന്നത്. ഓരോ സ്കൂളിലെത്തിയാൽ ഇപ്പോൾ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം സ്കൂളിലെത്തിയാൽ അവർ 1-2 മാസം കൊണ്ട് അവർ അങ്ങോട്ട് നമ്മൾ പറയണത് കേൾക്കണ രൂപത്തിൽ ആയി എങ്ങനെ വരുന്ന കുട്ടിയാണെങ്കിലും ശരി, സ്കൂൾ തുറന്ന് ജൂൺ ജൂലൈ കഴിയുമ്പോഴേക്കും അവർ വീട്ടിൽ നിന്ന് ഒട്ടും കഴിക്കാത്ത ആളാണെങ്കിലും സ്കൂളിൽ വന്നാൽ ഭക്ഷണം കഴിക്കും, ടീച്ചർ പറഞ്ഞാൽ കേൾക്കും, അങ്ങനെ ആയി മാറുന്നുണ്ട് ഏതൊരു കുട്ടികളും. പക്ഷേ വീട്ടിലെത്തിയാൽ ചിലപ്പോൾ അതേ സ്വഭാവമാവില്ല, അതിലേറെ വാശിയും കുറുമ്പുമായിരിക്കും. അങ്ങനെയുള്ള ഓരോ കുട്ടീനെയും നിങ്ങൾ എത്രത്തോളം പ്രയാസപ്പെട്ടാണ് സ്കൂളിൽ എത്തിക്കണതെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അനുഭവമായിരിക്കും. ഇപ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ LKG-ത്തെ രക്ഷിതാക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയണത് എന്താ വെച്ചാൽ, അവർ UKG-ത്തെ കുട്ടികൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആയി, അവർ വീണ്ടും കുറച്ചും കൂടി ഒരു മുതിർന്ന കുട്ടികളായി. LKG-ക്കാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി മുതിർന്നവരാണ്. അപ്പോൾ പക്ഷേ LKG-ത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മയുടെ മടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം വാരി കൊടുത്ത്, വീട്ടിൽ നിന്ന് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് കൊടുത്ത് അങ്ങനെ നോക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ വന്നാൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കണു, സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകണു, അങ്ങനെ എല്ലാ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനൊരു പ്രാപ്തി നേടിയെടുക്കുകയാണ് അവർ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ സ്കൂൾ സ്റ്റേജ് ഇപ്പോൾ അവർ നല്ലോണം പുറപ്പൊക്കെ ഇട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ഈ അവസരത്തിൽ സ്റ്റേജിൽ കയറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് എന്താ പറയുക വെച്ചാൽ എല്ലാവരും ഒരേ നിലവാരത്തിലായിരിക്കില്ല. ചിലപ്പോൾ പ്രത്യേകിച്ച് LKG-ക്കാർ ടീച്ചർ പഠിപ്പിച്ചതാവില്ല ചിലപ്പോൾ സ്റ്റേജിൽ കളിക്കുക, അവർക്ക് അവരുടെ ഇഷ്ടത്തിലുള്ളതാവും ചിലപ്പോൾ കളിക്കുക. എന്നാലും ഇപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 2-3 മാസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പ്രാക്ടീസിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഞാനില്ല എന്ന് അത് ക്ലാസ്സിലൊന്ന് വിളിച്ചാൽ പ്രാക്ടീസിന് വരാൻ മടിയുള്ളവർ എനിക്ക് എന്തായാലും വേണ്ട അങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് ആവേശത്തോടെ കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ നേരമൊന്നും പ്രസംഗിക്കണമെന്നില്ല. പക്ഷേ എന്തായാലും വളരെ സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും കണ്ടതിൽ. പിന്നെ നിങ്ങളുടെ സഹകരണം വളരെ പ്രധാനമാണ്. നമ്മൾ ഈ വർഷം ഇപ്പോൾ ഇവിടെ നേരത്തെ അനൗൺസ് ചെയ്ത് മാഷ് പറഞ്ഞു
33 വർഷമായി ഈ ടീച്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ ഈ 33 വർഷമായിട്ട് ഈ ടീച്ചർ ഇങ്ങനെ കുട്ടികളെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരുപാട് മാറ്റം ഈ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്. ഒരുപാട് ഇപ്പോൾ ഒരു 10 വർഷമോ 15 വർഷമോ മുന്നേ ഉള്ള രക്ഷിതാക്കളും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ഭയങ്കര ഒരു മാറ്റം. കുറേ നല്ല ഒരുപാട് ഇപ്പോൾ 10 വർഷം മുന്നേ 5 വയസ്സായൊരു കുട്ടി എങ്ങനെയാണോ പറഞ്ഞിരുന്നത് നമ്മൾ അനുസരിച്ച്, അതേപോലെയല്ല ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു മാറ്റം. അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൻ്റെ, കാരണം ഒരു കുട്ടി ജനിച്ച് വന്നിട്ടുണ്ടെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചാണ് കുട്ടികൾ വലുതായി വരുന്നത്. അപ്പോൾ നമ്മളെ കാലം മാറി, അവരുടെ സാഹചര്യം മാറി, അതിൻ്റെ ഒരു മാറ്റം വളരെ പ്രകടമാണ്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അവരുടെ സ്വഭാവത്തിലൊക്കെ വളരെ പ്രകടമാണ്. അത് കുറേ നല്ലതാണ്. പക്ഷേ കുറേ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇവർ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പഴയ കാലമല്ല, ഒരുപാട് സൗകര്യങ്ങളാണ് നമുക്ക്. എന്ത് പറഞ്ഞാലും, എന്ത് നേടിക്കൊടുക്കാനും, എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അവരെന്ത് പറഞ്ഞാലും അതിന് കൂടെ നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം അത് എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞു, അതിനങ്ങോട്ട് ഫേസ് ചെയ്യാൻ ഇപ്പോൾ പഴയ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം എന്താ വെച്ചാൽ അവർക്ക് എല്ലാം റെഡിയാണ്. ഇപ്പോൾ ഒന്നും ഒരു കാര്യവും ഇല്ലാത്തതില്ല. ഇപ്പോൾ പണ്ടൊക്കെ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു അടുത്തുള്ളൊരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഒരാൾ അതിന് വാശി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ രക്ഷിതാക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ല. ഇപ്പം വേണ്ട, ശരി, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി അനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ പറയണതിന് മുന്നേ റെഡിയാക്കി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇവർക്ക് എന്ത് പറഞ്ഞാലും റെഡിയാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് കിട്ടാതെ വരുമ്പോഴുള്ളൊരു പ്രയാസം, ഇപ്പോഴത്തെ അത് നേരിടാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു, അതിന് ഒന്ന് മാറ്റം നമ്മളാണത് ശരിയാക്കി എടുക്കേണ്ടത്. അങ്ങനെയല്ല, ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികൾ ആരും ഇല്ല, നമുക്കറിയാം. അപ്പോൾ വാശി പിടിച്ച് കരഞ്ഞാൽ ഇത്തിരി നേരം കഴിഞ്ഞാൽ അവരിത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവരെ നേരെയാക്കി എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരു കൊല്ലം അത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ജൂണിൽ വന്ന കുട്ടിയല്ല മാർച്ച് ആകുമ്പോഴേക്കും അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, വെറുതെ അക്ഷരം പഠിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റം നമുക്ക് ഇപ്പോൾ പ്രകടമാണ്. ഞാൻ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതിൻ്റെ പക്ഷേ ഈ രക്ഷിതാക്കളെ കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇനി കൂടുതൽ ഞാനത് പറഞ്ഞ് മുന്നോട്ട് പോകില്ല. എന്തായാലും ഈ അവസരത്തിൽ നമ്മുടെ കുട്ടികളുടെ പരിപാടികളെ ഏറ്റവും നന്നായിട്ട് നടത്താനാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ള. അതിനെൻ്റെ കൂടെയുള്ള ടീച്ചർമാർ, അതുപോലെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ്, എല്ലാവരും ഒരുപാട് അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ കുട്ടികളെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് നിറഞ്ഞ പ്രോത്സാഹനം നൽകുക. നമ്മുടെ കുട്ടികളുടെ പരിപാടികളെ നല്ല രീതിയിൽ ആസ്വദിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുജിത ടീച്ചർ. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന, മനസ്സിൽ നന്മ മാത്രം സൂക്ഷിക്കുന്ന, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആൾരൂപമായ ഈ വിദ്യാലയത്തിൻ്റെ ഊർജ്ജസ്വലനായ PTA പ്രസിഡൻറ്റ് ശ്രീ CK സാദിഖ് അലി അവറുകൾക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഈ ചടങ്ങ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സ്റ്റേജിലിരിക്കുന്ന മുരളി മാസ്റ്റർ, സുനീത ടീച്ചർ, റീന ടീച്ചർ, നമ്മുടെ കമലാക്ഷി അമ്മ, സുജാത ടീച്ചർ, മറ്റ് സദസ്സിലിരിക്കുന്ന ടീച്ചർമാരെ, രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ KGയുടെ 33ാമത് വാർഷികമാണ് ഇവിടെ നാം കൊണ്ടാടുന്നത്. അതിൻ്റെ കേൾവിക്കാരും കാഴ്ചക്കാരുമായ നമ്മുടെ രക്ഷിതാക്കൾ വളരെ കൗതുകത്തോടും ആവേശത്തോടും കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് പ്രസംഗത്തിലോ മറ്റ് നമ്മുടെ ഉദ്ഘാടന സെഷനിലോ ഒരു താല്പര്യവും കാണില്ല എന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. സുനീതി ടീച്ചർ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല. അവസാനം വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രോത്സാഹനവും അതുപോലെ നമ്മുടെ സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കണമെന്ന്
അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കമലാക്ഷി അമ്മ ടീച്ചറെ വിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ CK സാദിഖ് അലി. 1971 നമ്മുടെ ഈ വിദ്യാലയത്തിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച് പിന്നീട് പ്രധാന അധ്യാപികയായി മാറുകയും 1993 ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന 2 ദശാബ്ദങ്ങൾക്കപ്പുറം കുട്ടികളെ വിദ്യാഭ്യസിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ കമലാക്ഷി PK ടീച്ചറാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനായി ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലുള്ളവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ 1971 ഈ സ്കൂളിലേക്ക് എത്തുന്നത്. അതിൻ്റെ മുമ്പേ വയനാട്ടിലുള്ള മേപ്പാടി പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ അവർക്ക് ഒരു ടീച്ചറെ വേണമെന്ന് വിചാരിച്ചിട്ട് 1ഉം 2ഉം ക്ലാസ്സുകളിൽ മാഷുമാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഇൻ്റർവ്യൂ വന്നു. അതിൽ 8 ആൾക്കാരുണ്ടായിരുന്ന ഞാൻ മാത്രമേ ഒരു ടീച്ചർ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു ടീച്ചറെ വേണമെന്നും പറഞ്ഞു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ ചെന്ന ഉടനെ തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ സംഘടിച്ച് പുതിയതായ ടീച്ചറെ കാണാൻ വേണ്ടി എല്ലാവരും അവിടെ ഓടിയെത്തിയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷമായി. അവർക്കൊരു ടീച്ചറെയാണ് ആവശ്യം, മാഷയല്ല ആവശ്യം. അങ്ങനെ 6.5 കൊല്ലത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടുന്ന് ഇവിടെ ഒരു വേക്കൻ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടേക്ക് മാനേജറോട് പറഞ്ഞപ്പോൾ മാനേജർ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ 1971 ആഗസ്റ്റ് 3-ാം തീയതി ഇവിടെ ജോലിയിൽ കയറിയത്. ഇവിടെ ഞാൻ 3-ാം ക്ലാസ്സിലായിരുന്നു ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത്. പിന്നെ 1-ാം ക്ലാസ്സിലേക്ക് എന്നെ പിടിച്ചാക്കി. 1-ാം ക്ലാസ്സിൽ 2-3 കൊല്ലം നിന്നു. പിന്നെ ടീച്ചർ പറഞ്ഞു ടീച്ചർ തന്നെ നിന്നാൽ മതി 1-ാം ക്ലാസ്സിൽ. അങ്ങനെ അന്നത്തെ കുട്ടികളും ഇന്നത്തെ കുട്ടികളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അന്നത്തെ കുട്ടികൾ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന് വിട്ടു പോന്ന് സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ അവർ ബെല്ലടിക്കണമെന്ന് വരെ അച്ഛനും അമ്മേനെയും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ബെല്ലടിച്ച് കഴിഞ്ഞ് അച്ഛനും അമ്മമാരോട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ നിലയും വിളിയും ഇവരെ പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അത്ര അടിയും കുത്തും കടിയൊക്കെ നമ്മൾ സഹിച്ചിട്ടുള്ളതാണ്. അത് കുറേ കഴിഞ്ഞ് 2 ആഴ്ചയോളം അങ്ങനെ ഉണ്ടാവും. പിന്നെ അവർക്ക് ഇപ്പം ഇന്നത്തെ മായത്തെ കുട്ടികളുടെ അത്ര ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്സിൽ തന്നെ പെടല് മൂത്രമൊഴിക്കൽ അല്ലെങ്കിൽ അങ്ങനെ പല പരിപാടികളും ഒക്കെ ഉണ്ടാവും. ഇത് നമ്മളവരെയൊക്കെ എന്തായാലും എങ്ങനത്തെ കുട്ടികളായാലും നമ്മളവരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളുടെ രക്ഷിതാക്കന്മാരെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അച്ഛനെയും അമ്മയും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ ടീച്ചറും. നിങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ അച്ഛനും അമ്മയും ഒക്കെ ടീച്ചർമാരാണ്. ഈ ടീച്ചർമാർ നിങ്ങളെ അച്ഛൻ്റെ അമ്മേൻ്റെ അതേമാതിരി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചും പഠിച്ചും പറഞ്ഞൊന്നും കൊണ്ടുപോകും. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും പാട്ടുപാടി കൊടുത്തിട്ടും കഥ പറഞ്ഞു കൊടുത്തിട്ടും ഒക്കെ കുട്ടികളെ അവനൻ്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവരും. അങ്ങനെ കുട്ടികൾ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാവും. പിന്നെ ആ മക്കളെ പഠിപ്പിക്കാൻ നല്ല എളുപ്പമാണ്. അങ്ങനെ 10-18 കൊല്ലം വരെ ഞാൻ 1-ാം ക്ലാസ്സിൽ ഈ കുട്ടികളെയും നോക്കിയിട്ടിരുന്നു. ടീച്ചർ പറഞ്ഞതിനോട് ടീച്ചർ എങ്ങോട്ടും പോകണ്ട, ഈ 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് 18 വർഷമാണ് 1-ാം ക്ലാസ്സിൽ ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 32 വർഷമായി ഞാൻ പിരിഞ്ഞിട്ട്. 33-ാം വർഷമായപ്പോഴത്തേക്ക് ഇവിടെ നഴ്സറി തുടങ്ങി. നഴ്സറി തുടങ്ങിയപ്പോൾ എന്നോട് നഴ്സറിയിലെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ 18 വർഷം ഈ ചെറിയ കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞ് ഇനി എനിക്ക് ഈ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ കഴിയില്ല, എനിക്ക് ആകെ ക്ഷീണമാണ് കുഴക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുക ചെയ്തത്. അങ്ങനെ ഇപ്പോൾ 32 വർഷം കഴിഞ്ഞു. 33-ാമത്തെ വർഷമാണത്. ഞാനിപ്പോൾ എൻ്റെ മക്കളും കൊച്ചുമക്കളും ചെറിയ മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു. അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ നഴ്സറി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു കമലാക്ഷി ടീച്ചർ. നമ്മുടെ ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി
പ്രത്യേകമായി ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനാധ്യാപികയായിട്ടുള്ള റീന ടീച്ചറെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയയായ ഉദ്ഘാടക പ്രിയപ്പെട്ട കമലാക്ഷി ടീച്ചർ, സുജാത ടീച്ചർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട PTA പ്രസിഡൻറ്റ് ശ്രീ സാദിഖ് അലി അവർകൾ, മാനേജ്മെൻറ്റ് പ്രതിനിധി പ്രിയപ്പെട്ട മുരളിയേട്ടൻ, പ്രിയപ്പെട്ട സുജിത ടീച്ചർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നിങ്ങളിങ്ങനെ കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പം ഞാനും ഒരു 10-27 കൊല്ലം മുമ്പിലേക്ക് ഓർത്തു പോവുകയാണ്. ഒരു 27 കൊല്ലം മുന്നേ ഞാനും ഇതേപോലെ എൻ്റെ മക്കളുടെ പരിപാടി കാണാൻ ഇതേ അങ്കണത്തിൽ ഇരുന്നതാണ്. തിരിഞ്ഞാണ് ഇരുന്നത് എന്ന് മാത്രം. അന്ന് സ്റ്റേജ് അവിടെയായിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റേജ് ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്നും സുജിത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള മിടുക്കരായ ഒരു കൂട്ടം അധ്യാപകരായിരുന്നു നമ്മളുടെ നഴ്സറിയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ 2 മക്കളും ഇവിടുത്തെ നഴ്സറിയിൽ പഠിച്ചതാണ്. കുട്ടികളിലുള്ള എല്ലാ കഴിവുകളും വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടം നല്ല അധ്യാപകർ, സ്നേഹം നിറഞ്ഞ ഒരു കൂട്ടം നല്ല അധ്യാപകർ നമ്മളുടെ നഴ്സറിയുടെ ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഈ ചുരുങ്ങിയ സ്ഥലത്ത് വേണ്ട ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്ന ഒരു മാനേജ്മെൻറ്റും നമ്മളുടെ ഒപ്പമുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. സുജിത ടീച്ചർ പ്രസംഗത്തിൽ വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ടീച്ചർ അത് പറഞ്ഞു പോയെങ്കിലും വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് ടീച്ചർ സൂചിപ്പിച്ചത്. 15 വർഷം മുമ്പുള്ള രക്ഷിതാവല്ല ഇന്നത്തെ രക്ഷിതാവ്. അതുകൊണ്ട് തന്നെ 15 വർഷം മുമ്പുള്ള കുട്ടികളുമല്ല നമ്മളുടെ മുന്നിലിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ 3 വയസ്സായ ഒരു കുട്ടി നഴ്സറിയിലേക്ക് വരുമ്പം നമുക്ക് ആദ്യം വരുന്ന ആ വാശിയും ക്ഷമയില്ലായ്മയും ഒക്കെ ഒഴിവാക്കി അവനെ 1 മാസം കൊണ്ട് തന്നെ മിടുക്കനായ ഒരു കുട്ടിയാക്കിയെടുക്കാൻ നമ്മൾക്ക് പറ്റും. അത് അധ്യാപകന് മാത്രമേ പറ്റുള്ളൂ. അധ്യാപകർക്ക് മാത്രമുള്ള ഒരു ഗുണമാണത്. എങ്ങനെ വാശിയുള്ള ഒരു കുട്ടിയാണെങ്കിലും അധ്യാപകൻ പറഞ്ഞാൽ ഒരിക്കലും അത് കേൾക്കാതിരിക്കില്ല. അതാണ് അധ്യാപകരുടെ മഹത്വം. അപ്പോൾ കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്യാപകനെ, പണ്ട് നമ്മൾ പഠിച്ചിരുന്നു, അച്ഛനാണ് ദൈവം, അച്ഛനുണ്ട് വീട്ടിൽ അച്ഛനാണ് ദൈവം, അമ്മയുണ്ട് വീട്ടിൽ അമ്മയാണ് ദൈവം. അതുപോലെ തന്നെ ഗുരുവിനെയും ദൈവമായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷിതാക്കൾ അത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അനുസരിക്കണം, നല്ല കുട്ടിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല ഇതിലാണ് പണ്ട് സ്കൂളിലേക്ക് വിട്ടിരുന്നത്. പക്ഷേ ഇന്ന് വളരെ ചുരുക്ക രക്ഷിതാക്കളെങ്കിലും നമ്മുടെ സ്കൂളിലുള്ള അനുഭവം വെച്ച് പറയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചോദിക്കാം ടീച്ചറോട് എന്ന ഒരു രീതിയിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥയും ക്രമേണ മാറുകയാണ് എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു സത്യം രക്ഷിതാക്കൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ കുട്ടികൾ ഒരുമയുടെ പാഠങ്ങൾ നുകർന്നുകൊണ്ട് എല്ലാവരെയും തുല്യരായി കാണാനുള്ള നല്ല ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് പങ്കുവയ്ക്കലിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും നല്ല കാഴ്ചപ്പാടുകളുടെയും മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല പൗരന്മാരായി വളരട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീടിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന നല്ല പൗരന്മാരായി നമ്മളുടെ കൊച്ചുകുട്ടികൾ വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ നഴ്സറിയുടെ 33ാം വാർഷികാഘോഷ ദിനമാണ് ഇന്ന്. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി റിട്ടയർഡ് HM PM സുജാത ടീച്ചറെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ളവരെ, കുഞ്ഞുങ്ങളെ, UKN നഴ്സറി സ്കൂളിൻ്റെ 33ാം വാർഷികമാണ് ഇന്ന് നടക്കുന്നത്. എൻ്റെ മകൻ ഇന്നവൻ ബാംഗ്ലൂരാണ്. അവനും ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. എങ്കിലും
അന്ന് മുതൽ ഈ സ്കൂളുമായി എനിക്ക് തന്നെ നല്ല ബന്ധമുള്ളതാണ്. പുറമെ എൻ്റെ അച്ഛൻ ആണ് നഴ്സറിയുടെ കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചത്. അന്നു മുതൽ സുജിത നഴ്സറിയുടെ കാര്യങ്ങളെല്ലാം നോക്കി വരുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള മറ്റു ടീച്ചർമാരും എല്ലാ കാര്യത്തിനും വളരെ സന്തോഷമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾ തന്നെയാണ് AUP സ്കൂളിലേക്കും വരുന്നത്. ഞാനും ആ ഒരു കാലം ഓർമ്മിക്കുകയാണ്. കുറച്ച് കൊല്ലമായി ഇവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് എങ്കിലും വാർഷിക പരിപാടികളെ ഇവിടെ സംബന്ധിക്കലുണ്ട്. നല്ല രീതിയിലുള്ള പരിപാടികൾ കാഴ്ചവെക്കാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടികൾ ധന്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട അധ്യാപകൻ മുരളി മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ നഴ്സറി സ്കൂളിൻ്റെ 33-ാം വാർഷികമാണ് നമ്മളിന്നിവിടെ ആഘോഷിക്കുന്നത്. ഈ വാർഷികാഘോഷത്തിന് ഇതിൻ്റെ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുജിത ടീച്ചർ, ഈ വാർഷികാഘോഷം നിയന്ത്രിക്കുന്നതിനായി അധ്യക്ഷ സ്ഥാനത്തിൽ നിൽക്കുന്ന ഇവിടെ PTA പ്രസിഡന്റ് സാദിഖ് അലി സർ, പിന്നീട് എൻ്റെ സുജാത ടീച്ചർ, ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ, റിട്ടയർഡ് ടീച്ചറാണ്, അവിടെ കമലാക്ഷി ടീച്ചർ, പിന്നീട് നമ്മുടെ സുജാത ടീച്ചർ, എല്ലാവർക്കും എൻ്റെ പേരിൽ എനിക്ക് ആദ്യമായി ഞാൻ ആശംസകൾ പറയുകയാണ്. കാരണം നമ്മുടെ ഈ വാർഷികാഘോഷത്തിൻ്റെ എല്ലാവിധ വിജയത്തിനും വേണ്ടി ഈ രക്ഷിതാക്കളെ കുട്ടികളെ ഒരുക്കിയിട്ടുണ്ട്. അവരെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും ഈ പരിപാടികൾ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പരിപാടികൾ വീക്ഷിക്കുന്നതിനായി എല്ലാവർക്കും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾക്ക് അടുത്തതായി നമ്മുടെ ഈ ആഘോഷത്തിനായി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു മുരളി മാഷ്. ഈ കഴിഞ്ഞ അധ്യയന വർഷം വിവിധ മേഖലകളിൽ നമ്മുടെ LKG UKG കുട്ടികൾ മികവ് പുലർത്തിയിട്ടുണ്ട്. അതിൽ റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ സ്റ്റേറ്റ് ലെവലിൽ നടത്തിയ പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾ മികച്ച വിജയം കൈവരിച്ചു. ആ കുട്ടികൾക്ക് ഇപ്പോൾ വേദിയിലൂടെ സമ്മാനം വിതരണം ചെയ്യുകയാണ്. ആ സമ്മാനം വിതരണം ചെയ്യുന്നതിനായി ആദ്യം തന്നെ റിട്ടയർഡ് അധ്യാപികയായിട്ടുള്ള നമ്മുടെ കമലാക്ഷി ടീച്ചറെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. LKG വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേര് വാനോളം ഉയർത്തിയ ഐഷ ഹൻസ M ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും മെഡലുമാണ് വേദിയിലൂടെ വിതരണം ചെയ്യുന്നത്. നല്ലൊരു കയ്യടി ഇനി എല്ലാ കുട്ടികൾക്കും നിങ്ങൾ നൽകണം. LKG വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഐഷ ഹൻസ ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റുമാണ് ഇപ്പോൾ വേദിയിലൂടെ വിതരണം ചെയ്യുന്നത്. ഈ കുട്ടിക്ക് കിട്ടുന്ന അംഗീകാരം വേദിയിലൂടെ സമർപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകയും മലപ്പുറം AUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയുമായിരുന്ന പ്രിയപ്പെട്ട PK കമലാക്ഷി ടീച്ചറാണ്. റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയ ഐഷ ഹൻസ. സംസ്ഥാന തലത്തിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ ഫാത്തിമ ഷാസിയ E 5ാം റാങ്ക്. 5ാം റാങ്ക് 2 കുട്ടികളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫാത്തിമ ഷാസിയ E ആൻഡ് ഐസ ഫാത്തിമ EU. 2 കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ സംസ്ഥാന തലത്തിൽ 5ാം റാങ്ക് കരസ്ഥമാക്കി മികവാർന്ന വിജയം നമ്മുടെ വിദ്യാലയത്തിൽ സമ്മാനിച്ചത്. ഫാത്തിമ ഷാസിയ E. കൈയടിക്കാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പറയില്ല. കൈയടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്.
ആ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായി കിട്ടുന്ന വലിയൊരു അംഗീകാരമാകാം. അപ്പോൾ അതിനേക്കാൾ വലിയ ഉച്ചത്തിൽ നിങ്ങളുടെ കയ്യടികൾ മുഴങ്ങണം. 5ാം റാങ്ക് ഹൈസ ഫാത്തിമ യു. അഞ്ചാം റാങ്ക് ഹൈസ ഫാത്തിമ യു. 1 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് 4ാം റാങ്ക് കൈവിട്ട് പോയത് ഈ കുഞ്ഞുങ്ങൾക്ക് എന്ന് ഓർമ്മിപ്പിക്കുന്നു. 6ാം റാങ്ക് റയാൻ അൻസി. 6ാം റാങ്ക്. ഈ പറയുന്ന റാങ്കുകളെല്ലാം സംസ്ഥാന തലത്തിലാണ്, ജില്ലയല്ല, സ്റ്റേറ്റിലാണ്. 6ാം റാങ്ക് റയാൻ അൻസി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് റെയിൻബോ. 5ാം റാങ്ക് കരസ്ഥമാക്കിയ മറ്റൊരു കുട്ടി കൂടിയുണ്ട്, നുസ്ഹ എം കെ. നുസ്ഹ എം കെ. 5ാം റാങ്കിന് 3 കുട്ടികളാണ് അർഹരായത്. 5ാം റാങ്ക് നുസ്ഹ എം കെ. ശ്രദ്ധിക്കുക, നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ വേദിയിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്ന് ആ കുട്ടികളുടെ കൈകളിൽ നിന്ന് സർട്ടിഫിക്കറ്റും മെഡലും ക്യാഷ് അവാർഡും വാങ്ങി സൂക്ഷിക്കണമെന്നറിയിക്കുന്നു. നമ്മുടെ കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കാനായി അടുത്തതായി വേദിയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആ കുട്ടികളുടെ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ട്, വാങ്ങിച്ചു വയ്ക്കണം എന്നറിയിക്കുന്നു. 5ാം റാങ്ക് നുസ്ഹ എം കെ. 6ാം റാങ്ക് റയാൻ അൻസി. റയാൻ അൻസി. ഇപ്പോൾ വേദിയിലൂടെ സമ്മാനങ്ങൾ വാങ്ങുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേരണം. ആ കുട്ടികളുടെ മെഡലും സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വാങ്ങി സൂക്ഷിക്കണം എന്നറിയിക്കുന്നു. സംസ്ഥാന തലത്തിൽ 6ാം റാങ്ക് റയാൻ അൻസി. സംസ്ഥാന തലത്തിൽ 9ാം റാങ്ക് 2 കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫാത്തിമ ലൈഹ, നുഹ അസ്മിൻ. 2 കുട്ടികളാണ് 9ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഫാത്തിമ ലൈഹ, 9ാം റാങ്ക്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഫാത്തിമ ലൈഹ. 9ാം റാങ്ക് നുഹ അസ്മിൻ. വേദിയിലുള്ള പ്രിയപ്പെട്ട അതിഥികളോടൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു. കമലാക്ഷി ടീച്ചർ മാത്രം സമ്മാനം കൊടുത്താൽ ടീച്ചർക്ക് തന്നെ ഒരു വിഷമമാവും. അതുകൊണ്ട് വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരും മാറി മാറി നിങ്ങളെ കുട്ടികൾക്ക് സമ്മാനം നൽകണം എന്നറിയിക്കുന്നു. അടുത്ത 11ാം റാങ്ക് മുഹമ്മദ് ഷമ്മാസ് ടി. സംസ്ഥാന തലത്തിൽ 11ാം റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ട് റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ മുഹമ്മദ് ഷമ്മാസ് ടി. മുഹമ്മദ് ഷമ്മാസ് ടി. അടുത്ത 12ാം റാങ്ക് ആയിഷ അഷ്മിൻ. 12ാം റാങ്ക്. ഈ വേദിയിലൂടെ സമ്മാനങ്ങൾ കിട്ടുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുന്നത് എന്നറിയിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ സമ്മാനങ്ങൾ ആ കുട്ടികളുടെ കൈകളിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കുവാൻ ഈ വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേരണം എന്നറിയിക്കുന്നു. 12ാം റാങ്ക് ആയിഷ അഷ്മിൻ. അടുത്ത 13ാം റാങ്ക് 7 കുട്ടികളാണ് 13ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ആദം ഫർഹീൻ. ഇനിയുള്ളതെല്ലാം 13ാം റാങ്കുകാരാണ്. ആദം ഫർഹീൻ. ആദം ഫർഹീൻ 13ാം റാങ്ക്.
അടുത്ത 13-ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന മറ്റൊരു മിടുക്കൻ ഐസാം യമീൻ. ഐസാം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഈ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും മെഡലും വാങ്ങി സൂക്ഷിക്കുന്നതിനായി വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേരണം. ഐസാം യമീൻ 13-ാം റാങ്ക്. 13-ാം റാങ്ക് ഹാദി ഹനാൻ. 13-ാം റാങ്ക് ഹാദി ഹനാൻ. LKG വിഭാഗത്തിലെ കുട്ടികളാണ് ഇപ്പോൾ ഈ വേദിയിലൂടെ മെഡലും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും പ്രിയപ്പെട്ട അതിഥികളുടെ കൈകളിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഹാദി ഹനാൻ. പതിമൂന്നാം റാങ്ക് ഇനായ ഷാൻ. 13-ാം റാങ്ക് കരസ്ഥമാക്കിയ ഇനായ ഷാൻ. അടുത്തത് 13-ാം റാങ്ക് ഫാത്തിമ സിയാന ഇ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഇനായ ഷാൻ. അടുത്തതായി സമ്മാനം ഏറ്റുവാങ്ങുന്നു ഫാത്തിമ സിയാന ഇ. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ഫാത്തിമ സിയാന ഇ. നിങ്ങൾ കയ്യടി നിർത്തി. മ്യൂസിക് ഉള്ളത് കൊണ്ട് കയ്യടി ഇപ്പോൾ നിങ്ങൾ നിർത്തിയിരിക്കുകയാണ്. കയ്യടിക്കണം. കുറച്ച് കുട്ടികളേ ഉള്ളൂ. അവരൊക്കെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം. 13-ാം റാങ്ക് മുംദഹന ചോല. മുംദഹന. 13-ാം റാങ്ക് കരസ്ഥമാക്കിയ മുംദഹന. 13-ാം റാങ്ക് കരസ്ഥമാക്കിയ ദാർഷിക് ബി. അങ്ങനെ കഴിഞ്ഞ അധ്യയന വർഷം സംസ്ഥാനതലത്തിൽ നടത്തിയ റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ പരീക്ഷയിൽ LKG വിഭാഗത്തിൽ 16ഓളം കുട്ടികളാണ് 4 മുതൽ 13 വരെയുള്ള റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ വിദ്യാലയത്തിൻ്റെ യശസ് ഉയർത്തിയത്. ആ കുട്ടികൾക്കും ആ കുട്ടികളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർക്കും ആ കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ, ആശംസകൾ. അടുത്തതായി UKG വിഭാഗത്തിൽ റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ സംസ്ഥാന തലത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ മുഹമ്മദ് ഇഷാൻ KV 1-ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കുക. 2001 രൂപ ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി സംസ്ഥാന തലത്തിൽ 1-ാം റാങ്ക് വാങ്ങിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ UKGയിലെ മിടുക്കൻ മുഹമ്മദ് ഇഷാൻ KV 1-ാം റാങ്ക്. സംസ്ഥാന തലത്തിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ 2001 രൂപ ക്യാഷ് അവാർഡ് കരസ്ഥമാക്കിയ മെഡൽ കരസ്ഥമാക്കിയ നമ്മുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ 100-ൽ 98 മാർക്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് ഇഷാൻ KV. അടുത്തത് സംസ്ഥാന തലത്തിൽ 5-ാം റാങ്ക് എവ്ലിൻ ടനാസ്. ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റും ഇപ്പോൾ വേദിയുടെ വിതരണം ചെയ്യുന്നു. സംസ്ഥാന തലത്തിൽ UKG വിഭാഗത്തിൽ റെയിൻബോ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ 5-ാം റാങ്ക് കരസ്ഥമാക്കിയ എവ്ലിൻ ടനാസ്. അടുത്ത 6-ാം റാങ്ക് 2 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. സ്റ്റേറ്റ് തലത്തിൽ അയാസ് അഖ്മർ VP. 6-ാം റാങ്ക് അയാസ് അഖ്മർ VP. അതോടൊപ്പം തന്നെ ഹൈഫ മറിയം O. 2 കുട്ടികളാണ് സ്റ്റേറ്റ് ലെവലിൽ 6-ാം റാങ്കിന് അർഹരായിട്ടുള്ളത്. ഇപ്പോൾ സമ്മാനം വാങ്ങുന്നത് അയാസ് അഖ്മർ VP. അടുത്ത വേദിയിലേക്ക് 6-ാം റാങ്കുകാരി ഹൈഫ മറിയം. ഹൈഫ മറിയം O. ക്യാഷ് അവാർഡും മെഡലും സർട്ടിഫിക്കറ്റുമാണ് ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഹൈഫ മറിയം O. അടുത്ത 7-ാം റാങ്ക് ഐസ മെഹ്റിൻ. 7-ാം റാങ്ക് ഐസ മെഹ്റിൻ.
ഐസ മെഹറിൻ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഹൈഫ മറിയം 6ാം റാങ്ക്. അടുത്തതായി വേദിയിലേക്ക് ഐസ മെഹറിൻ 7ാം റാങ്ക്. ഈ കുട്ടികളുടെയും രക്ഷിതാക്കൾ ഈ വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങണമെന്നറിയിക്കുന്നു. 7ാം റാങ്ക് ഐസ മെഹറിൻ. 8ാം റാങ്ക് 3 കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നു. 8ാം റാങ്കിന് അർഹമായിരിക്കുന്ന 3 കുട്ടികൾ ജസ മഹറിഷ് PN, അലോഷി M, ആദം മുഹമ്മദ് B. ഈ 3 കുട്ടികളാണ് 8ാം റാങ്ക് സ്റ്റേറ്റ് ലെവലിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി 8ാം റാങ്ക് കരസ്ഥമാക്കിയ ജസ മഹറിഷ് PN. ജസ മഹറിഷ് PN. രക്ഷിതാക്കൾ വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്ന് ആ സമ്മാനം കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കണമെന്നറിയിക്കുന്നു. അടുത്തതായി അലോഷി M, 8ാം റാങ്ക് അലോഷി M. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമ്മാനം വാങ്ങുന്ന കുട്ടികളുടെ ഫോട്ടോയും നിങ്ങൾക്ക് ഉടനടി ലഭ്യമാണ്. 2C ക്ലാസ്സുമായി ബന്ധപ്പെടണം. സിഞ്ചു സ്റ്റുഡിയോ മക്കരപ്പറമ്പ് ഇതിനുള്ള സൗകര്യം 2C ക്ലാസ്സിൽ ഒരുക്കിയിട്ടുണ്ട് എന്നറിയിക്കുന്നു. 8ാം റാങ്ക് അലോഷി M. 8ാം റാങ്ക് ആദം മുഹമ്മദ് B. അലോഷി M ആണ് ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി വേദിയിലേക്ക് ആദം മുഹമ്മദ് B, സ്റ്റേറ്റ് ലെവൽ 8ാം റാങ്ക് ആദം മുഹമ്മദ് B. എട്ടാം റാങ്ക് ആദം മുഹമ്മദ് B. അടുത്ത 9ാം റാങ്ക് ആയിഷ ലയാബ് B. 9ാം റാങ്ക് കരസ്ഥമാക്കിയ ആയിഷ ലയാബ് B. നമ്മുടെ PTA പ്രസിഡന്റ് കണ്ടോ എത്ര ഇതായിട്ടാണ് കൈയടിച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, ചെറിയ കുട്ടികളല്ലേ. ആയിഷ ലയാബ് B. 10ാം റാങ്ക് മെഹ്റ ഫാത്തിമ. 10ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് മെഹ്റ ഫാത്തിമ. ആ കൈയടിക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ നല്ല രക്തോട്ടം ഉണ്ടാവും, നല്ല ഊർജ്ജസ്വലരായി നമ്മൾ മാറും, നല്ല ആരോഗ്യമുണ്ടാവും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ മാറിക്കിട്ടും. നല്ല ആരോഗ്യവാന്മാരായി നമ്മളുണ്ടാവും. അതിനാണ് കൈയടിക്കാൻ പറയുന്നത്. അല്ലാതെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, നല്ല ആരോഗ്യം, നല്ല പ്രോത്സാഹനം, അതിൻ്റെ അർത്ഥമാണ് കൈയടികൾ. 10ാം റാങ്ക് മെഹ്റ ഫാത്തിമ. അടുത്ത 12ാം റാങ്ക് 4 മിടുക്കന്മാരും മിടുക്കികളും കരസ്ഥമാക്കിയിരിക്കുന്നു. 12ാം റാങ്ക് അനർവ് K. 12ാം റാങ്ക് അനർവ് K. അനർവ് K. അനർവ് K. അടുത്ത ഐറ ഫാത്തിമ. 12ാം റാങ്ക് ഐറ ഫാത്തിമ VP. ഐറ ഫാത്തിമ VP. 12ാം റാങ്ക്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ചേർന്നിരിക്കുന്നു ഐറ ഫാത്തിമ VP. 12ാം റാങ്കാണ് ഈ മിടുക്കി കരസ്ഥമാക്കിയിരിക്കുന്നത്. ഐറ ഫാത്തിമ VP. അടുത്തത് അലീസ ഫാത്തിമ. 12ാം റാങ്ക് അലീസ ഫാത്തിമ. 12ാം റാങ്ക് അലീസ ഫാത്തിമ. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നത് ഐറ ഫാത്തിമ VP. ഇനി സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേദിയിലേക്ക് അലീസ ഫാത്തിമ. അലീസ ഫാത്തിമ. 12ാം റാങ്ക്. 12ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന മറ്റൊരു മിടുക്കി അതിഥി രാജ് PK. 12ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന അതിഥി രാജ് PK ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കടന്നു ചെന്നിരിക്കുന്നത് 12ാം റാങ്ക് കരസ്ഥമാക്കിയ അതിഥി രാജ് PK. അതിഥി രാജ് PKക്ക് ലഭിക്കുന്നു മെഡൽ, സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാഷ് അവാർഡ്. 12ാം റാങ്ക്
അതിഥി രാജ് പി കെ. 15ാം റാങ്ക് കരസ്ഥമാക്കിയ 6 കുട്ടികളുണ്ട്. ഐൻ ഫാത്തിമ 15ാം റാങ്ക്. ഐൻ ഫാത്തിമ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി 15ാം റാങ്ക് കരസ്ഥമാക്കിയ ഐൻ ഫാത്തിമ. അടുത്തത് മുഹമ്മദ് ഷിയാൻ 15ാം റാങ്ക് കരസ്ഥമാക്കിയ മറ്റൊരു മിടുക്കൻ മുഹമ്മദ് ഷിയാൻ. ഇതെല്ലാം സംസ്ഥാന തലത്തിലുള്ള റാങ്കാണ്. ഈ വിദ്യാലയത്തിലെ റാങ്കല്ല, നമ്മുടെ സബ് ജില്ലയിലെ റാങ്കല്ല, ജില്ലയിലെ റാങ്കല്ല, സംസ്ഥാന തലത്തിലുള്ള റാങ്കാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. മുഹമ്മദ് ഷിയാൻ 15ാം റാങ്ക്. മുഹമ്മദ് ഷിയാൻ. അടുത്ത മുഹമ്മദ് റബീഹ് എറ്റി 15ാം റാങ്ക്. 15ാം റാങ്ക് കരസ്ഥമാക്കിയ 6 മിടുക്കികളുണ്ട്. 6 പേരാണ് 15ാം റാങ്ക് കരസ്ഥമാക്കിയത്. അതിൽ മുഹമ്മദ് റബീഹ് എറ്റി. ഇപ്പോൾ വേദിയിൽ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് മുഹമ്മദ് റബീഹ് എറ്റി. നമ്മുടെ കുട്ടികൾ ഈ വേദിയിലൂടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും അതോടൊപ്പം തന്നെ സഹോദരങ്ങളും അവരെ പഠിപ്പിച്ച അധ്യാപകരും പിന്നെ നമ്മുടെ പ്രിയ വിദ്യാലയവുമാണ് എന്നോർക്കുക. 15ാം റാങ്ക് മുഹമ്മദ് റബീഹ് എറ്റി. 15ാം റാങ്ക് ഫാത്തിമ ഫൈഹ. ഫാത്തിമ ഫൈഹ. ഫാത്തിമ ഫൈഹ. അടുത്ത ഹൈസ ഹന്നു 15ാം റാങ്ക്. ഹൈസ ഹന്നു. ഫാത്തിമ ഫൈഹ അല്പസമയത്തുള്ളിലായി വേദിയിലേക്ക് കടന്നു വരും. ഇപ്പോൾ 15ാം റാങ്ക് കരസ്ഥമാക്കിയ ഹൈസ ഹനുവിനാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. ഹൈസ ഹനു 15ാം റാങ്ക്. ഹൈസ ഹനു. അടുത്തത് 15ാം റാങ്ക് കരസ്ഥമാക്കിയ നിഹാറ ശരത്. 15ാം റാങ്ക് കരസ്ഥമാക്കിയ നിഹാറ ശരത്. ഇനി 2 കുട്ടികൾ കൂടി കൈയടിച്ചാൽ മതി. അതുകൊണ്ട് കൈയടി കുറയ്ക്കരുത്. 2 പേർ കൂടെ കൈയടിച്ചാൽ മതി. നിഹാറ ശരത്തിന് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുക്കുക. 15ാം റാങ്ക് കരസ്ഥമാക്കിയ നിഹാറ ശരത് ഇപ്പോൾ വേദിയിലൂടെ സമ്മാനം ഏറ്റുവാങ്ങുന്നു. നമ്മുടെ ഫാത്തിമ ഫൈഹ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി മിടുക്കിയായി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു കൈയ്യടിയോടെ നമുക്ക് ഫാത്തിമ ഫൈഹയ്ക്ക് വേദിയിലൂടെ സമ്മാനം നൽകാം. 15ാം റാങ്ക് കരസ്ഥമാക്കിയ ഫാത്തിമ ഫൈഹ. ഏകദേശം 20ഓളം കുട്ടികളാണ് UKG വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് ലെവൽ റെയിൻബോ ടാലൻറ്റ് എക്സാമിനേഷനിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയത്. 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള മികച്ച വിജയമാണ് നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കിയ കുട്ടികൾക്ക്, അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക്, അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് ഈ പ്രിയ വിദ്യാലയത്തിൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങിയ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്ത പ്രിയപ്പെട്ട വേദിയിലുള്ള അതിഥികളോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചടങ്ങിൻ്റെ നന്ദി പ്രകടനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നന്ദി അറിയിക്കുന്നതിനായി വേദിയിലേക്ക് കടന്നു വരുന്നത് 2002 നമ്മുടെ നഴ്സറിയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് 6 വർഷക്കാലം ഇവിടെ നിന്നും വിദേശത്തേക്ക് പോവുകയും ആ വിദേശത്ത് പോയെങ്കിലും അവിടെ നിൽക്കാൻ മനസ്സില്ലാതെ പ്രിയ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് വരണം, ആ കുട്ടികളെ പഠിപ്പിക്കണമെന്ന മനസ്സുമായി വിദേശത്ത് നിന്നും 6 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് ഇപ്പോഴും നമ്മുടെ ഈ നഴ്സറിയിൽ തുടരുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം പ്രിയപ്പെട്ട ഷീജ ടീച്ചറാണ്. നിറഞ്ഞ കൈയടികൾ നൽകി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഷീജ ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ ചടങ്ങിൽ നന്ദി പറയാൻ ലഭിച്ച ഈ അവസരത്തെ ഞാൻ ഏറെ വിലമതിക്കുന്നു. നമ്മൾ മനുഷ്യ മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണിയാണ് കല. കുട്ടികളുടെ ഉള്ളിലുള്ള സർഗ്ഗവാസനകളെ പുറത്തെടുക്കാനും അവ മറ്റു കുട്ടികളുമായി പങ്കുവയ്ക്കാനുമുള്ള ഒരു വേദിയാണിത്. ദിവസങ്ങളായുള്ള പരിശീലനവും കഠിനാധ്വാനവുമാണ് ഈ വേദിയിലേക്ക് അരങ്ങേറാൻ പോകുന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ സുജിത ടീച്ചർക്കും അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച സാദിഖലി അവർകൾക്കും ഉദ്ഘാടനം നിർവഹിച്ച കമലാക്ഷി ടീച്ചർക്കും ആശംസ പറഞ്ഞ റീന ടീച്ചർക്കും സ്കൂൾ മാനേജ്മെൻറ്റ് മുരളി സാറിനും സുജാത മാഡത്തിനും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിനായി കഷ്ടപ്പെട്ട
എൻ്റെ സഹപ്രവർത്തകർക്ക്, ഒപ്പം നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്കൊന്നിച്ച് ഈ കലാവിരുന്ന് ആസ്വദിക്കാം. നമസ്കാരം. താങ്ക് യു ടീച്ചർ. അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി നമ്മുടെ ഉദ്ഘാടന സമ്മേളനം വേദിയിൽ പൂർണ്ണമായതായി അറിയിക്കുന്നു. അടുത്തതായി